ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ വചനത്തിൻ്റെ അരികിൽ ഒരിക്കൽ കൂടി ഇരിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു നമുക്ക് തന്ന വിലയേറിയ അവസരത്തിനോർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ സ്തോത്രം. തിരുവചനത്തിൽ നിന്ന് നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് വേദപുസ്തകത്തിലൊരു വാക്യം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം എല്ലാവർക്കും സുപരിചിതമായ, എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു വാക്യമാണ്. വേദപുസ്തകത്തിൻ്റെ താക്കോൽ വാക്യമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന വാക്യമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള സ്നേഹത്തെയാണ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈ ലോകത്തെ പിതാവായ ദൈവം സ്നേഹിച്ചു എന്നാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഈ ലോകമെന്ന് പറഞ്ഞാൽ ഈ ബാഹ്യമായ ലോകത്തെയല്ല, നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുന്ന ഈ വസ്തുതകളെ ഒന്നുമല്ല, പിന്നെയോ തൻ്റെ കൈപ്പണിയായ, തൻ്റെ മോഹന സൃഷ്ടിയായ മനുഷ്യനെയാണ് ദൈവം സ്നേഹിച്ചത്. പ്രിയപ്പെട്ട, എന്താണ് ദൈവം മനുഷ്യനെ സ്നേഹിക്കുവാൻ കാരണം? ദൈവത്തിൻ്റെ ദാനമായി മനുഷ്യനിലിരിക്കുന്ന അവൻ്റെ ആത്മാവിനെ പ്രതിയാണ് ദൈവം മനുഷ്യനെ സ്നേഹിച്ചത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, പ്രിയപ്പെട്ടവരെ, ആർക്കും വ്യത്യാസമില്ല. ഒറ്റ കാര്യത്തിൽ, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ നൽകുമെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. അതിന് വേറെ എന്തെങ്കിലും ഒരു മുഖാന്തരമോ വേറെ എന്തെങ്കിലും ഒരു പരിഗണനയോ ഏതെങ്കിലും ഒരു സാഹചര്യം കൊണ്ടോ ഒന്നുമല്ല, ഒറ്റ കാരണം കൊണ്ടാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവന്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ് നിത്യജീവൻ ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് നാം വായിച്ചു കേട്ടത്. എന്തിനാണ് ദൈവം ലോകത്തെ സ്നേഹിച്ചത്? മരണവിധിയിൽ നിന്നും അല്ലെങ്കിൽ അധമ നരകത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാനാണ് ദൈവം മനുഷ്യനെ സ്നേഹിച്ച് തൻ്റെ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ദൈവത്തിൻ്റെ സ്തോത്രം. പാപത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യനെ അവൻ്റെ പാപാവസ്ഥയിൽ നിന്ന്, അവൻ്റെ അധപ്പതിച്ച അവസ്ഥയിൽ നിന്ന്, അവൻ്റെ നരകാവകാശത്തിൽ നിന്ന് അവനെ കരം പിടിച്ചുയർത്തുവാനാണ് യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. പ്രിയപ്പെട്ടവർ, എന്താണ് ദൈവസ്നേഹത്തിൻ്റെ ആഴം? ദൈവസ്നേഹത്തിൻ്റെ അളവ് എന്താണെന്ന് ചോദിച്ചാൽ, റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം പറയും, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവത്തിൻ്റെ സ്തോത്രം. സ്വന്തം പുത്രനെ ആദരിക്കാതെ പാപികളായ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നതാണ് പിതാവായ ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ ആഴം. ദൈവത്തിൻ്റെ സ്തോത്രം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ എന്ന്. യേശുക്രിസ്തുവിനെ തന്നുവെങ്കിൽ പ്രിയപ്പെട്ട, അവൻ നമുക്ക് സകലതും നൽകുമെന്നാണ് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. ദൈവസ്നേഹത്തിൻ്റെ ആഴം അതാണ്. സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമാകുവാൻ ഭൂമിയിലേക്ക് അയച്ചു എന്ന്. എന്താണ് ദൈവം അത്രമാത്രം ആഴമായി മനുഷ്യനെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്? പ്രിയപ്പെട്ടവരെ, ദൈവം നോക്കിയിട്ട് ഈ മാനവരാശിയെ വീണ്ടെടുക്കുവാൻ വേറൊരു മാർഗവും ഇല്ലാതിരുന്നത് കൊണ്ടാണ് സ്വന്തം പുത്രനെ കുരിശിൽ മരിക്കുവാൻ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചത്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ സ്നേഹം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തിൻ്റെ ആ മർമ്മം നമുക്ക് പിടികിട്ടിയിട്ടുണ്ടോ? നാം ചിന്തിച്ചു നോക്കണം. ദൈവം എന്നെ സ്നേഹിച്ചു എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ പലപ്പോഴും ചിന്തിക്കും, ദൈവം എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എനിക്ക് രോഗം വരുമോ, എനിക്ക് പട്ടിണി വരുമോ, എനിക്ക് കടം വരുമോ, എൻ്റെ ജീവിതത്തിൽ ഈ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എല്ലാം വരുമോ എന്ന് മനുഷ്യൻ പലപ്പോഴും ചിന്തിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, എന്നാൽ അതല്ല ദൈവസ്നേഹത്തിൻ്റെ അളവ് പോലെ. ദൈവം എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എനിക്ക് ഈ കാര്യങ്ങളൊന്നും ലോകത്തിൽ സംഭവിക്കുകയില്ല എന്നല്ല, പിന്നെയോ ദൈവം എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്ക് ദൈവം എന്താണ് തന്നിരിക്കുന്നത്? നിത്യജീവനാണ്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ മനുഷ്യവർഗത്തിന് പിതാവായ ദൈവം
നൽകിയിരിക്കുന്നത് നിത്യജീവനാണ്, സ്വർഗരാജ്യത്തിൻ്റെ അവകാശമാണ്. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് മാഞ്ഞു പോകാത്ത, ഒരിക്കലും തീർന്നു പോകാത്ത, ക്ഷയിച്ചു പോകാത്ത ഒന്നാണെന്ന്. നിത്യജീവൻ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എക്കാലത്തും നിലനിൽക്കുന്ന ജീവനാണ് നിത്യജീവൻ. ഈ ലോകത്തിലെ ജീവിതത്തിൽ നിന്ന് അപ്പുറത്തേക്ക് കടന്നുപോയി പ്രിയപ്പെട്ടവർ നിത്യതയിലും തുടരുന്നതാണ് നിത്യജീവൻ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം മനുഷ്യന് ഈ ഭൂമിയിൽ ജീവനുണ്ട്, എന്നാൽ നാം എല്ലാവരും മരണം കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകേണ്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവർ നിത്യജീവൻ അത് നിത്യതയിലും തുടരുന്നതാണ്. ആരാണ് ഈ നിത്യജീവനിൽ കടന്നു പോകുന്നത്? പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. ഈ നിത്യജീവനെ കുറിച്ച് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. നശിച്ചു പോകുന്നത് ആരാണെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. അവിടെ കർത്താവ് തന്നെ ആണയിട്ട് സത്യം പറയുന്ന ഒരു കാര്യമുണ്ട്. വായിക്കാം. ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ആ ഗലീലക്കാർ ഇത് അനുഭവിക്കിയാൽ എല്ലാ ഗലീലക്കാരിലും പാപികളായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? ദൈവത്തിന് സ്തോത്രം. കർത്താവ് ചോദിക്കുകയാണ്, ഈ പീലാത്തോസ് കൊന്ന് അവരുടെ രക്തം യാഗത്തിൽ കലർന്നുപോയ ആ ഗലീലക്കാര് അന്ന് ജീവിച്ചിരുന്ന മനുഷ്യരിൽ എല്ലാവരിലും വലിയ പാപികളാണെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നതെന്ന്? പ്രിയപ്പെട്ടവരെ, റോമൻ ഗവൺമെന്റിന് കരം കൊടുക്കരുതെന്നുള്ള ഒരു വിഭിന്നമായ ആശയമുള്ളവരായിരുന്നു. എന്നാൽ ആ ആശയങ്ങളെല്ലാം പ്രചരിപ്പിച്ച് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഗലീലക്കാർ യെരുശലേമില് പ്രിയപ്പെട്ടവർ യാഗം കഴിക്കാൻ കടന്നു വന്നത്. ഇവർ യാഗം കഴിക്കാൻ വന്നിരിക്കുന്നുവെന്ന് പീലാത്തോസ് അറിഞ്ഞ് പീലാത്തോസ് അവരെ കൊന്നു. ആ യാഗപീഠത്തിനോടരികിൽ നിന്ന അവരുടെ രക്തം യാഗത്തിൽ കലർന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത്. ഈ ദുഷ്ടമരണം അല്ലെങ്കിൽ ഇതുപോലുള്ള അപകട മരണങ്ങൾ, കുഷ്ഠരോഗം, മനുഷ്യന് വരുന്ന മാറാവ്യാധികൾ, ഇതെല്ലാം പാപത്തിന്റെ പരിണിതഫലമാണെന്നും അവരെല്ലാം ദുഷ്ടന്മാരാണെന്നും വിശ്വസിച്ചിരുന്ന ഒരു കാലമായിരുന്നു. അതുകൊണ്ട് കർത്താവ് അവരോട് ചോദിക്കുകയാണ്, അങ്ങനെ മരിച്ച പീലാത്തോസ് കൊല്ലിച്ച ആ യാഗരക്തത്തിൽ കലർന്നു പോയ ആ ഗലീലക്കാര് അന്ന് സമൂഹത്തിൽ ജീവിച്ചിരുന്ന എല്ലാവരെക്കാളും പാപികളാണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? വായിക്കാം താഴോട്ട്. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയുകയാണ്, അല്ലല്ല, ഏത് അവരെല്ലാവരെക്കാളും പാപികളല്ല, പിന്നെയോ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയുകയാണ്, ആ പീലാത്തോസ് കൊല്ലിച്ചവര് നശിച്ചു പോയി എന്നല്ല കർത്താവ് പറഞ്ഞു, പിന്നെയോ മാനസാന്തരം അവർക്ക് ഇല്ലെങ്കിൽ അവർ നാശത്തിലേക്ക് പോകും. അവർ മാനസാന്തരപ്പെട്ടവരല്ലെങ്കിൽ അവർ നിത്യജീവനിൽ കടക്കുകയില്ല എന്നാണ്. അല്ലല്ല, മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന്. താഴോട്ട് വായിക്കാം. അല്ല, ശീലോവിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ 18 പേർ. ദൈവത്തിന് സ്തോത്രം. ശീലോഹാമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ 18 പേർ യെരുശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നു എന്ന് തോന്നുന്നുവോ? യെരുശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും അവർ കുറ്റക്കാരായിരുന്നു, പാപികളായിരുന്നു, ദുഷ്ടന്മാരായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, യെരുശലേം ദേവാലയത്തിനോട് ചേർന്ന് ശീലോഹാം കുളത്തിന്റെ അരികില് രാജാവിന് ഒരു ഉദ്യാനം ഉണ്ടായിരുന്നു, പൂത്തോട്ടം. അതിന് ഉദ്യാനത്തിന് ഒരു കവാടമുണ്ടായിരുന്നു, ഗോപുരം. പ്രിയപ്പെട്ടവരെ, ആ ഗോപുരം പുതുക്കി പണിതുകൊണ്ടിരുന്നപ്പോൾ അത് ഒരു അപകടത്തിൽ ഇടിഞ്ഞു വീണ് 18 പേര് മരിച്ചുപോയി. അപ്പോൾ യഹൂദന്മാരൊക്കെ ചിന്തിച്ചിരുന്നത് ഇവരെന്തോ കൊടിയ പാപികളായിരുന്നു, അതുകൊണ്ടാണ് ഈ ഗോപുരം വീണ് മരിച്ചതെന്ന്. കർത്താവ് പറയുകയാണ്, ഈ ഗോപുരം വീണ് മരിച്ചുപോയവർ യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരിലും പാപികളാണ്, അല്ലെങ്കിൽ ദുഷ്ടന്മാരാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന്. താഴ്ത്തു വായിക്കാം. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട കർത്താവ് പറയുകയാണ്, അവര് പാപികളായിരുന്നോ എന്നല്ല, പിന്നെയോ കർത്താവ് പറഞ്ഞു അവർക്ക് മാനസാന്തരമില്ലെങ്കിൽ അവർ നശിച്ചു പോയി. ഇന്ന് ജീവനോടിരിക്കുന്ന എൻ്റെ വചനം കേൾക്കുന്ന, യേശുക്രിസ്തുവിന്റെ വചനം കേൾക്കുന്ന എല്ലാവരോടുമായി കർത്താവ് പറഞ്ഞു, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, മാനസാന്തരത്തിൽ ജീവിച്ചില്ല എങ്കിൽ
നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന്. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, എങ്ങനെ മരിച്ചു എന്നല്ല, എപ്പോൾ മരിച്ചു എന്നല്ല, എവിടെ വെച്ച് മരിച്ചു എന്നല്ല, ഏത് പ്രായത്തിൽ മരിച്ചു എന്നല്ല, ഏത് അപകടമോ രോഗമോ ഒന്ന് മരിച്ചു എന്നല്ല, പിന്നെയോ മരണസമയത്ത് അവൻ യേശുക്രിസ്തുവിനോട് കൂടെയാണോ, അവനൊരു മാനസാന്തര ജീവിതം നയിച്ചവനാണോ, എങ്കിലേ അവൻ നിത്യതയുടെ തീരത്ത് എത്തുകയുള്ളൂ. അല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേദനയുള്ള കാര്യമാണ് ഏത്? ഒരു ദുഷ്ടന്റെ മരണം, പാപിയുടെ മരണം, യേശുക്രിസ്തുവിനെ അറിയാത്തൊരു മനുഷ്യന്റെ മരണം ദൈവത്തിന്റെ ഹൃദയത്തിൽ വേദനയാണ്. കാരണം അവൻ മരിച്ചതുകൊണ്ട് അവന്റെ ആത്മാവ് പ്രിയപ്പെട്ടവരെ അന്ധകാരത്തിലേക്ക്, പിശാചിന്റെ അധികാരത്തിലേക്കാണ് പോകുന്നത്. ദൈവത്തിനൊരു പ്രയോജനവുമില്ല. ദൈവത്തിന് സ്തോത്രം. എസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയും, ദുഷ്ടന്റെ മരണത്തില് എനിക്ക് അല്പം പോലും താല്പര്യമുണ്ടോ? അവൻ തൻ്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എൻ്റെ ആഗ്രഹം. ഇവിടെ ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്. എന്നെയും നിങ്ങളെയും കുറിച്ചല്ല, ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യരെ കുറിച്ചും ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അതാണ്. എന്ത്? മനുഷ്യൻ പാപം വിട്ട് ജീവിക്കണം, അവൻ യേശുക്രിസ്തുവിനോടുകൂടെ ജീവിക്കണം, അവൻ ദൈവരാജ്യത്തിൻ്റെ ഓഹരിക്കാരനായി ജീവിക്കണം. അവൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ അവൻ്റെ ആത്മാവ് സ്വർഗരാജ്യത്തിലെത്തണമെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ പറയും 12-ാം അധ്യായത്തില്, പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിന് നൽകിയ ഉടയവന്റെ അരികിലേക്ക് പറന്നു പോകുന്ന ഒരു ദിവസമുണ്ട്. ദൈവമക്കളെ, ദൈവം നമ്മെ നോക്കുമ്പോൾ നമ്മുടെ ആത്മാവ് അത് തന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലണമെന്ന്. പ്രിയപ്പെട്ട, അതിനു വേണ്ടിയാണ് പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ചത്. ദൈവത്തിന് സ്തോത്രം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, നമ്മെ ഓരോരുത്തരെയും ദൈവം സ്നേഹിച്ചു. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് ഓരോരുത്തർക്കും പകർന്നു തരുവാൻ കാതോർത്ത് നിൽക്കുന്ന ദൈവത്തിന്റെ സ്നേഹം. ദൈവത്തിന്റെ സ്തോത്രം. നിത്യജീവൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. നമുക്ക് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ എന്ന്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിപ്പാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിന്റെ സ്നേഹം കർത്താവായ യേശുക്രിസ്തുവിനെ മാനവരാശിക്ക് വേണ്ടി ദൈവം തന്നു എന്നാൽ ദൈവത്തിന്റെ ആ ആഴമേറിയ സ്നേഹം കൊണ്ട് തൻ്റെ പുത്രനെ കുരിശിൽ മരിക്കാൻ ഈ ലോകത്തിലേക്ക് വിട്ടതുകൊണ്ട് ആർക്കാണ് ഗുണമുള്ളത്? പ്രിയപ്പെട്ടവരെ, ആർക്കാണ് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത്? ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. നമുക്ക് വായിക്കാം റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. എന്നാൽ ദൈവമക്കളെ, യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നതുകൊണ്ടോ, അവൻ കുരിശിൽ മരിച്ചതുകൊണ്ടോ, അവന്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തിയതുകൊണ്ടോ ആർക്കാണ് പ്രയോജനമെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിക്കാം. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, ഒരു കൂട്ടർക്ക് മാത്രമേ പ്രയോജനമുള്ളൂ. യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത് സകല മാനവരാശിക്കും വേണ്ടിയാണ്. എന്നാൽ തിരുവചനത്തിൽ നമ്മെ ഓർപ്പിക്കുകയാണ്, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ കർത്താവിനെ ഭൂമിയിലേക്ക് അയച്ചതുകൊണ്ട്, അവൻ കുരിശിൽ മരിച്ചതുകൊണ്ട് പ്രയോജനമുള്ളൂ എന്ന് സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ദൈവത്തിന് സ്തോത്രം. നിക്കോദീമോസിനോട് സംസാരിക്കുമ്പോൾ കർത്താവ് അവസാനമായി അവനോട് പറയുകയാണ്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ എന്നെയും കാൽവറിയിൽ ഉയർത്തേണ്ടതാകുന്നു, മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. എന്തിനു വേണ്ടി? വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ദൈവത്തിന് സ്തോത്രം. ന്യായപ്രമാണം അറിയാമായിരുന്ന പരീശന്മാരുടെ കൂട്ടത്തിൽ പ്രമാണിയായിരുന്ന, അന്ന് അധികാരമുണ്ടായിരുന്ന നിക്കോദീമോസിന് ഈ ആത്മാവിന്റെ രക്ഷയോ നിത്യജീവനോ മാനസാന്തരമോ ഒന്നും അവൻ അനുഭവമായിരുന്നില്ല. എന്നാൽ അവന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ത്? യേശുക്രിസ്തുവിന്റെ അരികിൽ വരണമെന്നും സ്വർഗരാജ്യത്തിൽ എങ്ങനെ കടന്നു പോകാമെന്ന് ചോദിക്കണമെന്നും. കർത്താവ് അവൻ ആത്മാവിന്റെ വഴി അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് എങ്ങനെ പോകാം,
നിക്കോദീമോസേ, ഈ ന്യായപ്രമാണം ആചരിച്ചുകൊണ്ടോ ന്യായപ്രമാണം അനുഷ്ഠിച്ചതുകൊണ്ടോ പരീശന്മാരുടെ പാതകളൊക്കെ പിന്തുടർന്നതുകൊണ്ടോ സ്വർഗരാജ്യത്തിൽ കടക്കാൻ കഴിയുകയില്ല. പല കാര്യങ്ങൾ ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ പലപ്പോഴും ധ്യാനിക്കാറുണ്ട്. നിക്കോദീമോസ് എന്ന ഒരു വ്യക്തിയോടാണ് കർത്താവ് സംസാരിക്കുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള പൊതുവായ മാർഗം അല്ലെങ്കിൽ പൊതുവായ തത്വം, അതിനുള്ള മുഖാന്തരം എന്താണെന്ന് നിക്കോദീമോസിനോട് കർത്താവ് പറഞ്ഞു. കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലാകാതെ വന്നപ്പോൾ ദൈവമക്കളെ, അവൻ അറിയാമാവുന്ന ന്യായപ്രമാണം പഠിച്ചിരിക്കുന്ന പഴയമോ അറിയാവുന്ന നിക്കോദീമോസിനോട് കർത്താവ് പറഞ്ഞു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു എന്ന്. എന്തിനു വേണ്ടി? അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. നിക്കോദീമോസേ, നിത്യജീവൻ പ്രാപിക്കാനുള്ള മാർഗം അതാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് മരുഭൂമിയിൽ ഇസ്രായേൽ ജനം പ്രയാണം ചെയ്യുമ്പോൾ അവര് മരുഭൂമിയിൽ വെച്ച് ദൈവത്തോട് മത്സരിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവർക്ക് ദൈവം കൊടുത്ത ആഹാരത്തോടും ദൈവം നടത്തിയ വഴികളോടും അവർക്ക് പലപ്പോഴും മറുതലിപ്പും പിറുവിറുപ്പും വന്നു എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേലിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ അവർ മത്സരികളും ദൈവത്തെയും ദൈവ വഴികളെയും ചോദ്യം ചെയ്യുന്നവരുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ എന്താണ്? അവർ ഈ മന്ന 40 കൊല്ലം മുടങ്ങാതെ മന്നയെ അവർ ഭക്ഷിച്ചു. ഞാൻ ചിലപ്പോഴൊക്കെ ധ്യാനിക്കാറുണ്ട് ദൈവമക്കളെ, ഒരു ദിവസം പോലും സ്വർഗത്തിലെ ദൈവം അവർക്ക് മന്ന മുടക്കിയില്ല എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, അവർ മത്സരിച്ചപ്പോൾ, അവർ പാപം ചെയ്തപ്പോൾ, അവർ കാളക്കുട്ടിയെ ആരാധിച്ചപ്പോൾ, 23,000 ഒറ്റ ദിവസം ഇസ്രായേൽ പാളയത്തിൽ പട്ടുവീണപ്പോൾ, ദൈവമക്കളെ, കഠോരമായ ദൈവിക ശിക്ഷകൾ ഇറങ്ങി വന്നപ്പോഴും ഈ തിരുവചനത്തിൽ ഒരു സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടില്ല എന്ത്? അവർക്ക് മന്ന മുടക്കി എന്ന്. ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്നേഹം, എൻ്റെ കർത്താവിനും മഹത്വന്റെ ദൈവത്തിന്റെ സ്തോത്രം. മന്ന മുടക്കാതെ 40 കൊല്ലവും അവരെ നടത്തിയവനായ ദൈവം, അവരുടെ കാലിലെ ചെരുപ്പ് തേഞ്ഞു പോകാതെ, അവരുടെ വസ്ത്രം വഴുകിപ്പോകാതെ. ദൈവമക്കളെ, നമ്മുടെ ബുദ്ധിക്കൊന്നും ഒതുങ്ങുന്നതാണോ 40 കൊല്ലം ഒരു ചെരുപ്പ് ഉപയോഗിച്ചു എന്ന്, 40 കൊല്ലം ഒരു വസ്ത്രം ഉപയോഗിച്ചു എന്ന് മാറി മാറിയിടാനുണ്ടായിരുന്നില്ല. എന്നാൽ തിരുവചനം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, അവരുടെ കാലിലെ ചെരുപ്പ് തേഞ്ഞില്ല, അവരുടെ വസ്ത്രം വഴുകിയില്ല, അവർക്ക് ഒരിക്കലും മന്ന മുടക്കിയില്ല. എന്നാൽ ദൈവമക്കളെ, ഇപ്പോൾ നാം കാണുന്നുണ്ട്, അവർ മത്സരിച്ചു. ഈ സാരമില്ലാത്ത ആഹാരമല്ലാതെ ഈ മരുഭൂമിയിൽ ഞങ്ങൾക്ക് എന്തുള്ളൂ എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, അപ്പോൾ ദൈവം ഒരു കഠിനമേറിയ ശിക്ഷ പാളയത്തിലേക്ക് അയച്ചു. ഇസ്രായേൽ പാളയത്തിൽ അഗ്നിസർപ്പങ്ങൾ അങ്ങുമിങ്ങും ഓടി നടന്ന് അനേകരെ കടിക്കാൻ തുടങ്ങി. കടിയേൽക്കുന്നവര് മരിച്ചു വീഴാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ജനം അങ്കലാപ്പിലായി, ജനം നിലവിളിക്കാൻ തുടങ്ങി. ജനം മോശയോട് പാവലാതി പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, മോശ സ്വർഗത്തിലെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, അഗ്നിസർപ്പങ്ങൾ കടിച്ച് അനേകർ മരിക്കുന്നു, അവര് നിലവിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഉടനെ ദൈവം പറഞ്ഞു, നീ ഒരു പിച്ചള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി ഒരു കൊടിമരത്തില് പാളയത്തിൽ എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പാകത്തിന് അതിനെ ഉയർത്തി നാട്ടണമെന്ന് ദൈവം ചേർത്ത് പറഞ്ഞു. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവൻ ആരായിരുന്നാലും, അവൻ എങ്ങനെയുള്ളവനായിരുന്നാലും, പ്രിയപ്പെട്ടവരെ, ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയാൽ മതി. ദൈവത്തിന് സ്തോത്രം. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റെങ്കിൽ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയാൽ മതി, അവൻ മരിക്കയില്ല എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ജീവനില്ലാത്ത വെറുമൊരു ലോഹമായ ആ താമ്രസർപ്പത്തിലേക്ക് ഒന്ന് നോക്കിയാൽ മതി, അഗ്നിസർപ്പം കടിച്ചതിൻ്റെ വിഷം മാറുമെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. മനുഷ്യന്റെ ബുദ്ധിക്ക് ഒതുങ്ങുന്നതല്ല, മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. അതാണ് ദൈവത്തിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ വചനം ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്യുന്നതോ ബുദ്ധി കൊണ്ട് പഠിപ്പിക്കുന്നതോ ബുദ്ധി കൊണ്ട് അപഗ്രഥിക്കുന്നതല്ല, പിന്നെയോ അത് വിശ്വാസത്തിന്റെ പാതയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം പറഞ്ഞു മോശയോട്, നീ ഒരു താമ്രസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ ഉയർത്തി നാട്ടിയാൽ മതി, അതിലേക്ക് നോക്കിയാൽ മതി, മരിക്കയില്ല എന്ന്. ദൈവമക്കളെ, ദൈവത്തിന്റെ സ്തോത്രം. എന്ത് അത്ഭുതം! അവരുടെ ശരീരത്തിൽ വിഷം കയറി സർപ്പം കടിച്ചവർ നേരിട്ട് അനുഭവിച്ചു. എന്നാൽ ദൈവത്തിന്റെ വചനപ്രകാരം ആ സർപ്പത്തിലേക്ക് നോക്കിയവൻ പിന്നെ മരിച്ചില്ല. പ്രിയപ്പെട്ടവരെ, അതുവരെ പലരും മരിച്ചതാണെന്നാൽ വചനത്തിന്റെ ശക്തി, ദൈവവചനത്തിന്റെ ശക്തി,
ആത്മാവിൻ്റെ ശക്തി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, വചനത്തിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടിൻ്റെ ശക്തിയാണ് വ്യാപരിച്ചത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എന്നാൽ നാം മനസ്സിലാക്കണം, ആ മോശ മരുഭൂമിയിൽ ഉയർത്തിയ ആ പിച്ചള സർപ്പം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു നിഴലായിരുന്നുവെങ്കിലും അത് ആ ഒരു പ്രശ്നത്തിന് തൽക്കാലത്തേക്ക് മാത്രം ദൈവം കൊടുത്ത ഒരു പ്രതിവിധിയായിരുന്നു എന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഒറ്റ പ്രശ്നത്തിൽ നിന്ന് അവർക്ക് രക്ഷ നേടാൻ, അഗ്നിസർപ്പത്തിന്റെ കടിയിൽ നിന്ന് അവർക്ക് മോചനം നേടാൻ ദൈവം കൊടുത്തൊരു മുഖാന്തരമായിരുന്നു. മരണത്തിൽ നിന്ന് അവർ ജീവനിലേക്ക് കടക്കുവാനുള്ള ഒരു വഴി. എന്നാൽ ഇസ്രായേലിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ അവര് ആ താമ്രസർപ്പത്തെ കുറെ കാലം ചുമന്നുകൊണ്ട് നടന്നുവെന്നും അതിന് ധൂപം കാട്ടിയെന്നും അതിനൊരു പേരിട്ട് പ്രിയപ്പെട്ടവരെ അവർ ആരാധിച്ച് അവരൊരു ശക്തിയുള്ള ഒരു വസ്തുവായി കൊണ്ടു നടന്നു എന്ന്. ദൈവമക്കളെ, അത് പാപമാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഹിസ്കിയ രാജാവിന്റെ കാലത്ത് ആ താമ്രസർപ്പത്തെ ഉടച്ചു കളഞ്ഞു എന്ന് വായിക്കാം. അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹസ്തംഭങ്ങളെ തകർത്ത് അശേരാപ്രതിഷ്ഠകളെ വെട്ടിമുറിച്ചു. മോശ ഉണ്ടാക്കിയ താമ്രസർപ്പത്തെയും ഉടച്ചു കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഹിസ്കിയ രാജാവ് ഇസ്രായേലിൽ നിന്ന് വിഗ്രഹാരാധന തുടച്ചു നീക്കിയ, സത്യാരാധന പുനഃസ്ഥാപിച്ച ഒരു രാജാവാണ്. ദൈവത്തിന് സ്തോത്രം. ആ ഹിസ്കിയാവിനെ കുറിച്ച് പറയുമ്പോൾ തിരുവചനം പറയും, അവൻ എൻ്റെ ദാസനായ ദാവീദിന്റെ ഹൃദയം പോലെ അവന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി വീര്യം പ്രവർത്തിച്ചവനായിരുന്നു ഹിസ്കിയാവ്. ഞാൻ പറയും പ്രിയപ്പെട്ടവരെ, അതുവരെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെക്കാൾ ആത്മാവിന്റെ കണ്ണ് തുറന്നു കിട്ടിയവനായിരുന്നു. രാജാവിന് മനസ്സിലായി, ഈ പിച്ചള സർപ്പത്തെ ഇനി ചുമന്നുകൊണ്ട് കിടക്കേണ്ട കാര്യമില്ല, അതിനെ ഇനി ആരാധിക്കേണ്ട കാര്യമില്ല, അതിന് ധൂപം കാട്ടേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, അതിനെ ഉടച്ചു കളഞ്ഞു എന്നാണ്. ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, എന്ത് ചില കാര്യങ്ങളെല്ലാം തിരുവചനത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് അത് ആ പ്രത്യേകമായ ഒരു കാര്യത്തിന് വേണ്ടി, ആ പ്രത്യേകമായ ഒരു സാഹചര്യത്തിന് വേണ്ടി മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, അതിനെ നാം ആചരിക്കുകയോ ആരാധിക്കുകയോ പ്രിയപ്പെട്ടവരെ കൊണ്ടു നടക്കുകയേണ്ട കാര്യമില്ല. അതിൻ്റെ പിന്നിൽ വ്യാപരിച്ച ആ ദൈവത്തിൻ്റെ ശക്തിയാണ് നാം മനസ്സിലാക്കേണ്ടത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു അവസാന അത്താഴ സമയത്ത് സ്വർഗത്തിലേക്ക് നോക്കി അപ്പമെടുത്ത് പിതാവാം ദൈവത്തെ കാണിച്ച് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്ത് വായിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, ഇതെന്റെ ശരീരമാകുന്നു എന്ന്. പാനപാത്രം എടുത്ത് കർത്താവ് പറഞ്ഞു, ഇതെന്റെ രക്തമാകുന്നു എന്ന്. നാം ഇന്ന് അത് അനുഷ്ഠിക്കുന്നവരാണ്, ആചരിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, അതാ ഒരു സമയത്തേക്ക് മാത്രമായിരുന്നില്ല ആ വചനം. കർത്താവ് പറഞ്ഞു, എന്ത്, ഞാൻ വരുവോളം നിങ്ങൾ ഇത് അനുഷ്ഠിപ്പീനെന്ന്. ദൈവത്തിന് സ്വതമക്കളെ, യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവരെയും ആ വചനത്തിന് ശക്തിയുണ്ട്, അതിൻ്റെ പിന്നിൽ ആത്മാവുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്ത്, ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന്. ദൈവമക്കളെ, ഈ ശുശ്രൂഷക്കാരൻ കുഴച്ചു വെക്കുന്ന ആ അപ്പത്തെ കുർബാനയുടെ മധ്യത്തില് പരിശുദ്ധാത്മാവിറങ്ങി അതിന് യേശുക്രിസ്തുവിന്റെ ശരീരവും യേശുക്രിസ്തുവിന്റെ തിരുരക്തമായി രൂപാന്തരപ്പെടുത്തുന്നുവെന്ന് വിശ്വസിക്കണം നാം. കാരണം എന്താ, അതിന്റെ പിന്നിലുള്ള യേശുക്രിസ്തുവിന്റെ വചനം. പ്രിയപ്പെട്ടവരെ, പിച്ചള സർപ്പത്തെ ഉയർത്തിയത് അതാ ഒറ്റ പ്രശ്നത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ തിരുശരീരക്തങ്ങൾ പ്രിയപ്പെട്ടവരെ കർത്താവ് നമുക്ക് വാഴ്ത്തി അനുഗ്രഹിച്ച് തന്നിട്ട് പോയിരിക്കുകയാണ്, ഞാൻ വരുവോളം, എൻ്റെ വരുവരെയും എന്ന്. പ്രിയപ്പെട്ടവരെ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഹിസ്കിയാവിന്റെ കാലത്ത് ആ താമ്രസർപ്പത്തെ ഉടച്ചു കളഞ്ഞു എന്ന്, അതൊരു വിഗ്രഹാരാധനയാണെന്ന് ഹിസ്കിയ രാജാവിന് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ നിത്യജീവൻ? നമുക്ക് മനസ്സിലാക്കാം. പെട്ടെന്ന് മനുഷ്യന് പിടികിട്ടുന്ന ഒരു കാര്യമല്ല ഈ ജീവൻ, നിത്യജീവൻ എന്ന് പറഞ്ഞാൽ. എനിക്കും നിങ്ങൾക്കും ഈ തിരുവചനം കേൾക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ ജീവനുണ്ട് പ്രിയപ്പെട്ടവരെ. കാരണം എന്താ, നാം ചലിക്കുന്നുണ്ട്, ഭക്ഷിക്കുന്നുണ്ട്, നമുക്ക് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നാൽ ഈ ആത്മാവിന്റെ ജീവൻ, നിത്യജീവൻ നമുക്കുണ്ടോ എന്ന് പലപ്പോഴും നാം തിരിച്ചറിയാറില്ല. പ്രിയപ്പെട്ടവരെ, മുടിയനായ പുത്രൻ മടങ്ങി വരുമ്പോൾ അവന്റെ അപ്പം പറയുന്ന ഒരു കാര്യമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവിടെ ആ മുടിയനായ പുത്രൻ മടങ്ങി വരുമ്പോൾ അവന്റെ അപ്പൻ പറയുന്ന ഒരു കാര്യമുണ്ട് സന്തോഷത്തോടെ. ആ അപ്പന്റെ മുടിയനായ പുത്രന്റെ വീട്ടില് അവൻ മടങ്ങി വന്നപ്പോൾ വലിയ ആർപ്പും ഘോഷവും, പ്രിയപ്പെട്ടവരെ, വലിയ സദ്യയും തടിപ്പിച്ച കാളക്കുട്ടിയേറുത്ത വിരുന്നുമെല്ലാം ഒരുക്കി കഴിയുമ്പോൾ ആ അപ്പം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ത് വായിക്കാം? ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ മകൻ നടന്നാണ് വന്നത്, ആരും അവനെ കൂട്ടിക്കൊണ്ടുവന്നതല്ല.
അവൻ തന്നെ അപ്പന്റെ വീട്ടിലേക്ക് ഒരു പ്രഭാതത്തിൽ വന്നതാണ്. ഈ അപ്പം പറയുകയാണ്, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, എന്നാൽ അവനിപ്പോ ജീവനുണ്ട് എന്ന്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമുക്ക് മനസ്സിലായോ? ആ അപ്പം പറയുകയാണ്, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇവൻ വീണ്ടും ജീവിച്ചിരിക്കുന്നു. കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് ഇവനെ പറഞ്ഞു. കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന്. ദൈവമക്കളെ, എന്താണ് ആത്മാവിന്റെ ജീവൻ? അവനിപ്പോൾ നിത്യജീവന്റെ ഓഹരിയുണ്ടെന്നാണ് അപ്പം പറയുന്നത്. അവൻ ആത്മാവിൽ മരിച്ചവനായിരുന്നു എന്ന്. അപ്പന്റെ വീട് വിട്ട് വിദേശത്ത്, ദൂരദേശത്ത് പന്നികളോടുകൂടെ, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ വഷളത്തരത്തില് ലോകത്തിന്റെ കൂട്ടുകാരോടുകൂടെ ധാരാളമായി അപ്പന്റെ സമ്പത്ത് ധൂർത്തടിച്ചു നടന്നപ്പോൾ അവൻ ആത്മാവിൽ മരിച്ചവനായിരുന്നു. കാരണം എന്താ? അവൻ അപ്പനെ ഇഷ്ടമായിരുന്നില്ല, അപ്പന്റെ ഭവനം ഇഷ്ടമായിരുന്നില്ല, അപ്പന്റെ ഭവനത്തിലെ ചിട്ടവട്ടങ്ങളൊന്നും അനുസരിച്ച് ജീവിക്കാൻ അവന് താല്പര്യമില്ലായിരുന്നു. അവനൊരു മറുതലിപ്പുകാരനായി അപ്പനെ വിദ്വേഷിച്ച് ഇറങ്ങിപ്പോയപ്പോൾ, പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ മരിച്ചവനായിരുന്നു. അപ്പം പറയുകയാണ്, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു എന്ന്. ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, യൗവനക്കാരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. ഈ മുടിയനായ പുത്രൻ മരിച്ചവനായിരുന്നത് പോലെ ഞാനിപ്പോൾ മരിച്ചവനാണോ? ആത്മാവിൽ ഞാൻ മരണം അനുഭവിക്കുകയാണോ? അതോ എനിക്ക് ജീവനുണ്ടോ എന്ന് എങ്ങനെ അറിയാം? നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ മതി, നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് നോക്കിയാൽ മതി, നമ്മുടെ പ്രവൃത്തികളിലേക്ക് നോക്കിയാൽ മതി, നമ്മുടെ മനോഭാവങ്ങളിലേക്ക് നോക്കിയാൽ മതി. ഞാൻ ദൈവത്തോടു കൂടെയാണോ? ഒരിക്കൽ ഞാൻ അപ്പന്റെ കൂടെ ആയിരുന്നു, എന്നാൽ ഇന്ന് ഞാൻ അപ്പന്റെ ഭവനത്തിലാണോ എന്ന് ചിന്തിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ. ആ അപ്പം പറയുകയാണ്, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ വീണ്ടും ജീവിച്ചിരിക്കുന്നു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ദൈവമക്കളെ, അതാണ് നിത്യജീവന്റെ അവകാശം. എന്ത്? അവന് മനസ്സിലായി, ഞാൻ നശിക്കുകയാണെന്ന്. ഞാൻ ഈ ലോകത്തില് പന്നിയുടെ വാളവരെ നിന്ന് പന്നികളോടുകൂടെ നശിക്കേണ്ടവനല്ല. ദൈവമക്കളെ, അവനൊരു സുപ്രഭാതത്തില് അവൻ അനുതാപം വന്ന് മാനസാന്തര വാക്യങ്ങളോടെ, ഏറ്റുപറയാനുള്ള എളിമയോടെ, അപ്പന്റെ മുമ്പിൽ തന്റെ തെറ്റുകളെ തുറന്നു വെക്കാനുള്ള മനസ്സോടെ അവൻ മടങ്ങി വന്നു എന്നാണ് തിരുവചനത്തിൽ നാം വായിക്കുന്നത്. ദൈവമക്കളെ, അവന് ന്യായമൊന്നും പറയാനുണ്ടായിരുന്നില്ല. അവൻ അപ്പന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അവൻ അപ്പനോട് പറഞ്ഞു, എന്ത്? അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു പോയി, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന്. ദൈവമക്കളെ, അതാണ് നിത്യജീവൻ ലഭിക്കാനുള്ള അടിസ്ഥാനം. എനിക്ക് യോഗ്യതയില്ല എന്ന്, ഞാൻ പാപം ചെയ്തു പോയി എന്ന്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവത്തോട് ഞാൻ പാപം ചെയ്തു പോയി എന്ന് അനുതാപ വാക്യങ്ങളോടെ അവൻ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ചിന്തിക്കണം, നമുക്കിന്ന് മടങ്ങി വരാനുള്ള അവസരമാണ്. ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്നേഹം, തൻ്റെ പുത്രൻ്റെ തിരുവിലാവ് തുറന്നൊഴുകിയ ആ തിരുരക്തവുമായി നമ്മെ ഓരോരുത്തരെയും മാടി വിളിക്കുകയാണ്. മകനെ, മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരാമോ എന്ന് വാതിക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയന്റെ സ്വരം. മകനെ, എന്തിനു വേണ്ടിയാ? നിനക്ക് ജീവൻ തരാനാ, നിനക്ക് നിത്യജീവൻ തരാനാ, നിനക്ക് സമാധാനം തരാനാ, നിനക്ക് രോഗസൗഖ്യം തരാനാ, നിനക്ക് ഈ ഭൂമിയിൽ പ്രത്യാശ തന്ന് നിന്നെ നടത്താനാ യേശു ക്രിസ്തു നമ്മെ വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പാപം വിട്ട് യേശുവിനോടുകൂടെ ജീവിക്കാൻ ദൈവമക്കളെ നമുക്ക് സമർപ്പിക്കാം. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം വെച്ചു കൊടുക്കാം. അപ്പാ, ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരികയാണെന്ന് ആ മുടിയമ്പുത്രൻ പറഞ്ഞതുപോലെ ഒരു വാക്ക് നമുക്ക് പറയാൻ കഴിയുമോ? അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു പോയി, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ എനിക്ക് യോഗ്യതയില്ല എന്ന്, എനിക്ക് യോഗ്യതയില്ല എന്ന്. ഞാൻ നല്ലവനല്ല, എൻ്റെ കർത്താവേ, ഞാൻ നല്ലവനായതുകൊണ്ടല്ല, ഞാനൊരു പാപിയായിട്ട്, കുറവുള്ളവനായിട്ട്, എൻ്റെ കർത്താവെ, തകർന്നതും നുറുങ്ങിയതുമായ ഒരു ഹൃദയത്തോടെ നിന്റെ പാദപീഠത്തിലേക്ക് ഇപ്പോ അടിയൻ അടുത്തു വരികയാണ്. കർത്താവേ, നിന്റെ ആണിപ്പാടുള്ള കരമിപ്പോ ഞങ്ങളെ ഒന്ന് തലോടണമേ, നിന്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ ഒന്ന് കഴുകണമേ. ഞങ്ങളുടെ ബന്ധനങ്ങളും ശാപങ്ങളും എല്ലാം കാൽവറിയിൽ ചുമന്നൊഴിച്ച യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ അധികാരം ഇപ്പോൾ തിരുവചനം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും പകരണമേ. കർത്താവേ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.